തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ 11:35 ബൈബിളിലെ ഏറ്റവും ചെറിയ വചനമാണ്. യേശു കരഞ്ഞു. കണ്ണുനീരിൽ ഒരു വലിയ അത്ഭുതമാണ്. കണ്ണുനീരുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം ദൈവം തരും. വിശുദ്ധ ബൈബിളിൽ ക്രിസ്തു കരഞ്ഞ 2 മുഹൂർത്തങ്ങൾ, നെടുവീർപ്പെട്ട 2 നിമിഷങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37-ാം വാക്യത്തിൽ യേശു ആദ്യം കണ്ണു നിറഞ്ഞു നെടുവീർപ്പെട്ടു. ഒലിവുമല ഇറങ്ങി വരുന്ന യേശു ബത്ഭഗയിൽ നിന്ന് അക്കരെയുള്ള ജെറുസലേം കുന്നിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, പിടക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിന് കീഴിൽ ഒതുക്കുന്നത് പോലെ ഞാൻ നിന്നെ കാത്തിട്ടും പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ നിനക്ക് ദുരിതം. 37 വർഷം കഴിഞ്ഞ് ജെറുസലേം നഗരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു വീണു. ഒരിക്കൽ കരഞ്ഞപ്പോൾ ഒരു വലിയ അത്ഭുതം, ദുരന്തം. വീണ്ടും യേശു കരഞ്ഞത് യോഹന്നാൻ 11:35 ലാസറിൻ്റെ ശവകുടീരത്തങ്കൽ. യേശു കരഞ്ഞു. അടുത്ത നിമിഷം പ്രേതശീലകളാൽ ബന്ധിതനായ ലാസർ അഴുകാത്ത ശരീരത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ കരച്ചിൽ ലാസർ ഉയർത്തു. അത്ഭുതങ്ങൾ ഉള്ളിൽ തട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോണം. നമ്മൾ നീ ഒരു പിതാവാണ്, മാതാവാണ്, ഇന്നേ ദിവസം കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിലെ എല്ലാ ദ്രാവകവും ഭൂമിയിലേക്ക് വീഴും. തേനും പാലും എണ്ണയും വെള്ളവുമെല്ലാം. പക്ഷേ ഭൂമിയിൽ വീഴാതെ മുകളിലോട്ട് പോകുന്ന ഒരു ദ്രാവകമേ ഉള്ളൂ. അത് ജനിപ്പിച്ച അപ്പൻ്റെയും പെറ്റ തള്ളയുടെയും കണ്ണുനീരാണ്. ഒരമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഭർത്താവിൽ മാറ്റം വരും, കുഞ്ഞുങ്ങളിൽ മാറ്റം വരും. ഒരു ഭർത്താവ് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഭാര്യയിൽ മാറ്റം വരും, മക്കളിൽ മാറ്റം വരും. പ്രകൃതിയുടെ നിയമം അതല്ലേ. എവിടെയെല്ലാം കരച്ചിലുണ്ടോ അവിടെ മാറ്റം വരും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കുത്താൻ വരും. ആട്ടുകുഞ്ഞ് കരഞ്ഞോ തള്ളയാട് കൊമ്പ് കുലുക്കും. കാക്കക്കുഞ്ഞ് കരഞ്ഞോ തള്ളക്കാക്ക പറന്നു വന്ന് കുത്തും. കോഴിക്കുഞ്ഞ് കരഞ്ഞോ തള്ളക്കോഴി ചിറകടിച്ച് കോപത്തോടെ പറന്നു വരും. ഇടിമുഴക്കം പോലും കേൾക്കാത്ത അമ്മ കിടന്നുറങ്ങുമ്പോൾ കുഞ്ഞ് കരഞ്ഞോ ചാടി എഴുന്നേൽക്കും. ഇതൊരു വലിയ തത്വമാണ്. കുഞ്ഞ് കരഞ്ഞാൽ അമ്മ എഴുന്നേൽക്കും. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി പറന്നു വരും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കൊമ്പ് കുലുക്കും. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വന്ന് കുത്തും. അങ്ങനെയെങ്കിൽ കുരിശിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ക്രൂശിതൻ ഇറങ്ങി വരും. സക്രാരുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കുർബാനയിലെ ദൈവം ഇറങ്ങി വരും. ബൈബിളിന് മുമ്പിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ വേദപുസ്തകത്തിലെ ദൈവം ഇറങ്ങി വരും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് കേൾക്കുന്ന പ്രാർത്ഥനയാണ്. ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത കാര്യങ്ങളാണോ? ഇന്നേ ദിവസം കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതുവരെ കരഞ്ഞ് പ്രാർത്ഥിച്ചവരാണോ? ആ കരച്ചിൽ തുടരുക. കരച്ചിൽ കണ്ണുനീരിൻ്റെ വരമാണ്. ആ പ്രാർത്ഥനയിൽ ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിക്കാം, ദൈവത്തിലേക്ക് അടുക്കാം. നല്ലവനായ ദൈവം കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരട്ടെ.